കേരളത്തിലും ബി.ജെ.പി. വമ്പൻ വിജയം നേടുമെന്ന് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ഇടത് വലത് മുന്നണികൾ അഴിമതിയും പ്രീണനവുമാണ് നടത്തുന്നത്. CPM ശബരിമല തകർക്കുമ്പോൾ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം കൂട്ടുകൂടുകയാണെന്നും നിതിൻ നബീൻ കുറ്റപ്പെടുത്തി. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ ബി.ജെ.പി. ദേശീയ അധ്യക്ഷന് ആവേശോജ്വല സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും നൽകിയത്. ഇന്നുച്ചയ്ക്ക് 1:40 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ വിമാനം ഇറങ്ങിയത്. ദേശീയ അധ്യക്ഷ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി കേരളത്തിലേക്കെത്തിയ അദ്ദേഹത്തിന് വിമാനത്താവളത്തിന് പുറത്ത് നേതാക്കളും പ്രവർത്തകരും ആവേശകരമായ സ്വീകരണം നൽകി. തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ ബൂത്ത് അധ്യക്ഷന്മാരുടെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. 2 MP-മാരിൽ നിന്നാണ് രാജ്യത്ത് ബി.ജെ.പി. ഇത്രയും വലിയ ശക്തിയായി മാറിയത്. കേരളത്തിലും വിജയിക്കുമെന്നും കേരളത്തിലും ബി.ജെ.പി. മാത്രമാവുമെന്നും അദ്ദേഹം പറഞ്ഞു. हम लोगों ने भारतीय जनता पार्टी का सफर 2 सांसदों से शुरू किया था और आज देश में सबसे अधिक सांसद, देश में सबसे अधिक विधायक, देश में सबसे अधिक कार्यकर्ता अगर किसी पार्टी का है तो वो भारतीय जनता पार्टी का है. इसलिए केरल की ये शुरुआत स्पष्ट रूप से संकेत देती है कि आने वाले समय में केरल में केवल भाजपा होगी और भाजपा का नेतृत्व होगा, एनडीए का गठबंधन होगा. ഇടത് വലത് മുന്നണികൾ കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തി. യുവാക്കളെ കേരളത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കാൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞില്ല. ഇരു മുന്നണികളും സനാതന വിരോധികളാണെന്നും LDF ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം കൂട്ടുകൂടുകയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. किस प्रकार से UDF और LDF सनातन विरोधी पूरी तरह से बनने की होड़ लगी है. एक तरफ UDF जमाते इस्लामी और मुस्लिम लीग जैसे पार्टियों से खुलेआम समझौता करती है, खुलेआम काम करती है. സദാനന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ രാജ്യം അത്ഭുതത്തോടെയാണ് കേട്ടത്. രാഹുൽ ഗാന്ധി എപ്പോഴും ഭരണഘടന ഉയർത്തുന്നു. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് എതിർ രാഷ്ട്രീയക്കാരെ കൊല്ലാനും കാലുവെട്ടാനും പറയുന്നത് എന്ന് രാഹുൽ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. मैं उस राहुल गांधी जी से पूछता हूं जो संविधान की किताब लेकर घूमते हैं कि संविधान के किस पन्ने में लिखा है कि हमारे सदानंद मास्टर जी के अंग को काट दिया जाता है क्योंकि वो आपके विचार के साथ काम नहीं करता है. संविधान के किस पन्ने में यह लिखा है कि आप कार्यकर्ताओं को, जो अपोजिट पार्टी के कार्यकर्ता होते हैं, उनको आप मृत्यु दे देते हैं. इस किस संविधान में लिखा है? और राहुल गांधी जी, आपने केवल केरल के लोगों का शोषण किया है, इसलिए केरल की जनता आने वाले समय में आपको इसका जवाब देगी. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രവർത്തകരെ അഭിനന്ദിച്ച ദേശീയ അധ്യക്ഷൻ പോരാട്ടം തുടരണമെന്നും ആവശ്യപ്പെട്ടു. ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ, ശോഭ കരന്തലജെ, പ്രകാശ് ജാവ്ദേക്കർ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വി. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. ജനം, കൊച്ചി.